രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ പുതിയ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ബിയോണ്ട് ഫിയർ ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എവ്രി ഡേ ഹീറോസ് എന്ന് പറയുന്ന പോം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ മലയാളം മീനിങ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇനി നമുക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനി ആ ഒരു പാഠഭാഗത്തിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദ പോയം അല്ലേ. പാഠഭാഗത്ത് നിന്നും എടുത്ത വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദർ വെൻ ദേ ഗെറ്റ് ദ കോൾ അല്ലേ. അവരെ നിങ്ങൾക്ക് എപ്പോഴും യൂണിഫോമിൽ എവിടെയായിരുന്നാലും അവരെല്ലാവരെയും നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പം നിങ്ങൾ എപ്പോൾ അവർ വിളിച്ചാലും അവർ വരും അല്ലേ. ദ വേർഡ് ഓൾ ആൻഡ് കോൾ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട് അല്ലേ. ആ വരി എടുത്തു നോക്കിയാൽ ഓൾ ആൻഡ് കോൾ എന്ന് പറയുന്ന വേർഡ് സെയിം സൗണ്ടിലാണ് അവസാനിച്ചിട്ടുള്ളത്. അതിനെയാണ് ദേ ആർ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ആൻഡ് റൈറ്റ് ദം ബിലോ ആണ്. ഏതൊക്കെയാണ്? സെർവ്, ഡിസേർവ്, ഹ്യൂ, ടു, ഹീറോസ്, ഡോഗ്സ്, നിയർ, ഫിയർ അല്ലേ. ഇനി ആക്ടിവിറ്റി 2, മീറ്റ് ദ ഹീറോ. We have seen many heroes like a soldier, farmers, police officer, artist and sportsman. Suppose a police officer from the Janamaitri police station is visiting your school. Prepare some questionnaires to ask him or her. Do you like your job? Why? അല്ലെ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹീറോ, അത് സോൾജിയർ ആവാം, ഫാർമേഴ്സ് ആവാം, പോലീസ് ഓഫീസേഴ്സ് ആവാം, ഇനി ആർട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ആവാം. അവർ നിങ്ങളെ സ്കൂളിലേക്ക് വരികയാണ്. സ്കൂള് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ, വിസിറ്റ് ചെയ്യാൻ വരികയാണ് പോലീസ് ഓഫീസർ. അപ്പോൾ അവരോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം നമുക്ക് ചോദിക്കാം? വാട്ട് മോട്ടിവേറ്റ് ഇൻ യുവർ വർക്ക്? Do you think you are a good fit for your position? Can you explain the role of a police officer in the community? Do you feel any stress in your work? അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ പാഠഭാഗത്തിലുള്ള റീഡ് ദ സ്റ്റോറി ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന് പറയുന്ന പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഒരു പിക്ചേഴ്സ് സ്റ്റോറി കാർഡാണ് അല്ലേ. പേജ് നമ്പർ 27 to 31 വരെയുള്ള ആ സ്റ്റോറി ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന് പറയുന്ന പാഠഭാഗം വായിക്കുക. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെയുള്ള പിക്ചേഴ്സ് നോക്കുക. സം ഇവൻറ്റ്സ് ആർ ഗിവൺ, റൈറ്റ് ദ ഈവൻറ്റ്സ് അണ്ടർ ഈച്ച് പിക്ചർ അല്ലെ. ചിലതിൻ്റെ താഴെ ഓരോ ഇവൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുതിയിട്ടുണ്ട്. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, എന്നിട്ട് അതിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക അല്ലേ. ആ പിക്ചറിൻ്റെ താഴെ അതിന് അനുയോജ്യമായിട്ടുള്ള ഇവൻറ്റ്സ് നോക്കിയിട്ട് ഈച്ച് പിക്ചറിനും ഓരോ പിക്ചറിനും നിങ്ങൾ എഴുതുക, ഓരോ ഇവൻറ്റ്സ് കണ്ടിട്ട് അല്ലേ. ഫസ്റ്റ് പിക്ചറിന് നമുക്ക് എന്ത് എഴുതാം? ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. പ്രിയാസ് മം ഡ്രോപ്സ് ഹർ അറ്റ് സ്കൂൾ അല്ലേ. സെക്കൻഡ് പിക്ചറിലോ മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹർ ക്ലാസ്മേറ്റ്സ്. Then next picture, Priya got a new friend in her class. Next, Priya's new friend helped her to take food. Then next, Priya's friend helped her to go to the toilet. Then next, Priya's friend took her to play basketball. Priya's friend passes her the ball. Then next, Priya throws the ball into the hoop and scored a point. Then last, the headmaster rewards Priya's. അല്ലേ, പ്രിയയെ റിവാർഡ്സ് കൊടുത്തു അല്ലേ. ദ ഹെഡ് മാസ്റ്റർ റിവാർഡ്സ് പ്രിയ. ഇനി അടുത്തത് ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ് അല്ലേ. ഹിയർ ഈസ് എ വേർഡ് ഗ്രിഡ് അല്ലേ. ഇവിടെ ഒരു വേർഡ് ഗ്രിഡ് തന്നിട്ടുണ്ട്. വാട്ട് വേർഡ് ക്യാൻ യു മേക്ക് ഫ്രം ദ ഗ്രിഡ്? ഏതെല്ലാം വാക്കുകളാണ് നിങ്ങൾക്ക് ഈ ഗ്രിഡിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്? ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. ഐഡൻറ്റിഫൈ ദ അതർ വേർഡ്സ് ആൻഡ് സർക്കിൾ ദം അല്ലെ. ഏതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? അവിടെ യൂണിഫോമും തന്നിട്ടുണ്ട്, അതുപോലെ സിമ്പിൾസും തന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഗ്ലോറി നോക്കാം, അതുപോലെ കോർണർ, റെസ്പെക്റ്റ്, ഫിയർ, പ്രൊട്ടക്റ്റ്,
ഐഡിയ, ഡിവോഷൻ, ഹീറോ എന്നുള്ള വേർഡ്സൊക്കെ നമുക്കിതിൽ ഗ്രിഡ് ചെയ്യാൻ കഴിയും. ഇനി ആക്ടിവിറ്റി ലാസ്റ്റ് ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. കൂടുതൽ വരികൾ ചേർക്കാനാണ്. വി ആർ ഫാർമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി പ്ലഫ് ദ സോയിൽ, we sow the seeds, we see them grow, we are happy in this world. അല്ലെ, ഇത്രയും ലൈനുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ വരികൾ നമുക്ക് ഒരു മോഡൽ നോക്കാം. വി ആർ ഫാർമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്, വി ആർ ഫാർമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. അല്ലേ, ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ്. വീഡിയോ നിങ്ങളിലേക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.